Good evening, students. So, next one is the measures of dispersion, that is standard deviation. So, standard deviation is the square root of the average of squares of all deviation of the scores from mean. നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ സെറ്റ് ഓഫ് സ്കോഴ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് സ്കോഴ്സിൻ്റെ മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ മീൻ കാൽക്കുലേറ്റ് ചെയ്ത ഓരോ സ്കോറിൻ്റെയും ആ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഡീവിയേഷൻ്റെ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ എടുക്കുന്നു. ആ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻസ് ഓഫ് ഈച്ച് സ്കോർ ഫ്രം ദ മീൻ സ്കോർ. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സിഗ്മയാണ്. അപ്പോൾ നമുക്ക് അൺഗ്രൂപ്പ് ഡേറ്റയുടെയും എടുക്കാം, രണ്ടാമത്തെ ഗ്രൂപ്പ് ഡേറ്റ. അപ്പോൾ ഫസ്റ്റ് വൺ അൺഗ്രൂപ്പ് ഡേറ്റയാണ്. എക്സാമ്പിൾ, ദ സ്കോർസ് ആർ 10, 8, 15, 6, 7, 4, 9, 11, 8 and 12. So there are 10 set of scores. So first we have to find the mean. മീൻ കണ്ട് അല്ല ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം കൂടെ കൂട്ടി അത്രയും സ്കോർസ് കൂട്ടി ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 10 + 8 + 15 + 6 + 7 + 4 + 9 + 11 + 8 + 12, the whole divided by 10. So it will be 90 by 10, that is equal to 9. So the average value of that scores will be 9. Then next we have to find the deviation. In order to find out the deviation, we can write all these scores downwards in a column from 10 to 12. And then we have to calculate the deviation of each score from the mean. ഓരോ സ്കോറിൻ്റെയും മീൻ വാല്യൂവിൽ നിന്നുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. അപ്പം 10 ആണ് ആദ്യത്തെ സ്കോർ. നമ്മുടെ ആവറേജ് വാല്യൂ 9 ആയത് കാരണം 10 - 9 1. Then next second one is 8 - 9 is -1. Then 15 - 9 is 6. 6 - 9 is -3. 7 - 9 is -2. 4 - 2 is -5. 9 - 9 is 0. 11 - 9 is 2. 8 - 9 is -1. And 12 - 9 will be equal to 3. Then the third column is the square of deviation. So if the deviation is 1, the square will be 1. If it is -1, then the square will also be +1. Then for 6 it will be 36. -3 9. -2 into square 4. -5 into 25. 0 equals 0. 2 into 4. -1 into 1. And the last one is -3. The square will be 9 വരും. സോ ആ ലാസ്റ്റ് കോളമാണ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ. ഇനി അതിൻ്റെ ആവറേജ് ആണ് എടുക്കേണ്ടത്. ആവറേജ് കാണണമെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടി ആകെ എത്ര നമ്പർ ഉണ്ടോ അത്ര നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, സിഗ്മ ഡി സ്ക്വയർ ഇതെല്ലാം കൂടെ കൂട്ടുക. 1 + 1 + 36 + 9 + 4 + 25 + 0 + 4 + 1 + 9. That answer will be sigma n square is equal to 90. സിഗ്മ n സ്ക്വയറിന്റെ വാല്യൂ 90. ഇനി അതിന്റെ മീൻ നാം കാണാം. മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ കാണാൻ വേണ്ടി സിഗ്മ എന്താണ്, സ്ക്വയർ ഓഫ് ദി ഡീവിയേഷൻ എല്ലാം കൂടെ കൂട്ടി ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്കോർ, ദാറ്റ് ഈസ് 90 by 10. 10 സ്കോർസ് ആണുള്ളത്. സോ ഇറ്റ് ബി 9. സോ ആ മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഡീവിയേഷൻ 9 കിട്ടി. ഇനി അതിന്റെ സ്ക്വയർ റൂട്ടിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് the mean of the squares of deviation of each score from the mean value. അതാണ് ആ ആവറേജ് വാല്യൂ, അതാണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ. സോ സ്റ്റാൻഡേർഡ് ഡിവിഷനിൽ ഈ വാല്യൂ 9ന്റെ റൂട്ടാണ്. സോ സിഗ്മ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9, ദാറ്റ് വിൽ ബി +or-3. സോ സിഗ്മയുടെ വാല്യൂ ദ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഈസ് +or-3. ഇനി അടുത്ത കോൺസെപ്റ്റ് വേരിയൻസ് ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ്. സോ വേരിയൻസ് വിൽ ബി 3യുടെ സ്ക്വയർ +3 ആണെങ്കിലും -3 ആണെങ്കിലും ഇതിന്റെ സ്ക്വയർ 9 വരും. സോ ഹിയർ ദ പ്രോബ്ലത്തിന്റെ ആൻസർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ +or-3 ആൻഡ് ദ വേരിയൻസ് ഈസ് ദ സ്ക്വയർ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിച്ച് ഈസ് ഫൗണ്ട് ഔട്ട് ടു ബി 9. Okay, that is the first method. I think all have understood it. Then second one, for the when the class intervals are given with their frequency, we have to use another method. That is, we have to study a formula. ഒരു ഫോർമുല കാണാതെ പഠിക്കണം. എന്ന് പറഞ്ഞാൽ sigma is equal to the class interval c into the square root of sigma f d square by n minus sigma f d by n the whole square. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നൊട്ടേഷൻ ആണ് സിഗ്മ. സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവൽ. ദെൻ സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ എന്ന് പറഞ്ഞാൽ എൻ നമുക്കറിയാം എന്താണ്, സിഗ്മ
എഫ് ആണ് എൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ എല്ലാം കൂടെ ആകെ തുകയാണ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഡീവിയേഷന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ഫ്രീക്വൻസിയുടെ വാല്യൂ എഫിനെ ഡി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കോളം വൈസ് അതെല്ലാം കൂടെ കൂട്ടുന്ന വാല്യൂ ആണ് സിഗ്മ എഫ് ഡി സ്ക്വയർ എന്ന് പറയുന്നത്. എന്നിട്ട് സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ, അതാണ് ഫസ്റ്റ് ടേം. മൈനസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിച്ച് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ എല്ലാം കൂടെ കോളം വൈസ് സം എടുക്കുക. സിഗ്മ എഫ് ഡി, ആ സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ രണ്ട് ടേം ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ ഒരു ക്ലാസ് ഇന്റർവെൽ എത്രയാണോ ആ വാല്യൂ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോം ആണ്. എ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ. അതായത് എഫിനെ ഡി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതെല്ലാം കൂടെ കോളം വൈസ് കൂട്ടിയിട്ട് അതിനെ ഡിവൈഡ് ബൈ എൻ ആണ്. മൈനസ് രണ്ടാമത്തെ ടേം എഫിനെ ഡീവിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എല്ലാം കൂടെ കൂട്ടുക, കോളം വൈസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ കണ്ടുപിടിച്ചിട്ട് അതിനെ അങ്ങോട്ട് സ്ക്വയർ ചെയ്യുക. ബി എയിൽ നിന്ന് കുറയ്ക്കുക. സി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോമാണ്. അപ്പം ഇക്വേഷൻ കാണാതെ വൃത്തിയായിട്ട് പഠിക്കുക. അത് ഒരു മാർക്ക് എഴുതിയാൽ ഒരു മാർക്കോളം കിട്ടും. നമുക്കൊരു എക്സാമ്പിളിലേക്ക് വരാം. താഴെ ഒരു ചെറിയൊരു റീഡിങ് കൺസ്ട്രക്റ്റഡ് ആണ്, ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുമ്പം അത് വരച്ചെഴുതുക. ക്ലാസ് ഇന്റർവൽ 25, 29 മുതൽ 70, 74 വരെ ഉണ്ട്. അപ്പൊ വായിക്കാം. 25 to 29 ഫ്രീക്വൻസി 2, 30 to 34 3, 35 to 39 10, 40 to 44 12, 45 to 49 15, 50 to 54 12, 55 to 59 10, 60 to 64 8, 65 to 69 5, and 70 to 74 and 3 വരുന്നുണ്ട്. ഇനിയും നമുക്ക് ഈ ഓരോ ക്ലാസ് ഇന്റർവെല്ലിലെയും തേർഡ് കോളം ഞാൻ മിഡ് വാല്യൂ ആണ്. ഇപ്പൊ 25 to 29 ആവാം, 25, 26, 27, 28, 5 എണ്ണമേ ഉള്ളെങ്കിൽ മൂന്നാമത്തെ ആ സ്കോർ ആയിരിക്കും നമ്മുടെ മിഡ് വാല്യൂ. സോ 25 to 29 ആണെങ്കിൽ 27. ഇനി 6 എണ്ണം ആണെങ്കിൽ ഇതാ മതി നടുക്കലത്തെ രണ്ടെണ്ണത്തിന്റെ ആവറേജ്. അല്ലെങ്കിൽ 25 to 30 ആണെങ്കിൽ 25 plus 30 തന്നെ എടുക്കാം, ഡിവൈഡ് ബൈ 2. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ലോവർ ലിമിറ്റോ അപ്പർ ലിമിറ്റോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ 25 to 29 ആണെങ്കിൽ മിഡ് വാല്യൂ 27, 30 to 34 ആകുമ്പോൾ 32, 35 to 39 ആകുമ്പോൾ 37, 40 to 44 ആകുമ്പോൾ 42, 45 to 49 ആകുമ്പോൾ 47, 50 to 54 ആകുമ്പോൾ 52, 55 to 59 ആകുമ്പോൾ 57, 60 to 64 ആകുമ്പോൾ 62, 65 to 69 ആകുമ്പോൾ 67, 70 to 74 ആകുമ്പോൾ 72. അപ്പൊ എല്ലാ ക്ലാസ് ഇന്റർവെല്ലിലെയും മിഡ് വാല്യൂ വി ഹാവ് റിട്ടൺ. ഇനി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ആണ്, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി 15 ആണ്. അതിന്റെ ക്ലാസ് ആണ് 45 to 49. അതിന്റെ മിഡ് വാല്യൂ 47 ആണ്. ഇനി നമുക്ക് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിഡ് വാല്യൂ, ഓരോ ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് വാല്യൂ മൈനസ് ആ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ക്ലാസിന്റെ മിഡ് വാല്യൂ ഡിവൈഡ് ബൈ ആ ക്ലാസ് ഇന്റർവെൽ. ഇപ്പൊ ഉദാഹരണം ഒന്നാമത്തെ ക്ലാസിന്റെ മിഡ് വാല്യൂ 27 ആണ്. അപ്പം 27 മൈനസ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് വാല്യൂ 47 ആണ്. അപ്പം 27 മൈനസ് 47 ഡിവൈഡ് ബൈ സി എന്ന് പറഞ്ഞാൽ 5 ആണല്ലോ. 5, 25 to 29 5 ഇതാ ഉള്ളത്. അപ്പൊ 27 മൈനസ് 47 ബൈ 5 സമം എന്ത് കിട്ടുന്നു? മൈനസ് 20 ബൈ 5. സോ മൈനസ് 4. അടുത്ത എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 32 മൈനസ് വീണ്ടും ആ 47, എല്ലാം 47 ആണ് കുറയ്ക്കേണ്ടത്. 32 മൈനസ് 47 ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 15 ബൈ 5 സമം മൈനസ് 3. അടുത്ത 37 മൈനസ് 47 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ മൈനസ് 10 ബൈ 5 സമം മൈനസ് 2. അടുത്ത 42 ആണ്. സോ 42 മൈനസ് 47 ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 5 ബൈ 5 മൈനസ് 1. അടുത്ത 47 തന്നെയാണ്, ഇച്ചിരി നീങ്ങിയിട്ടുണ്ട്. 47 മൈനസ് 47 ബൈ 5 0 ബൈ 5 0 വരും. അടുത്ത 52 ആണ്. 52 മൈനസ് 47 ബൈ 5 എന്താണ്? പ്ലസ് 5 ബൈ 5 പ്ലസ് 1 വരും. 57 ആണെങ്കിൽ 57 മൈനസ് 47 ബൈ 5 പ്ലസ് 10 ബൈ 5 പ്ലസ് 2 വരും. അടുത്തത് 62 ആണ്. 62 മൈനസ് 47 ആണ്. 62 മൈനസ് 47 ബൈ 5 പ്ലസ് 15 ബൈ 3 പ്ലസ് 3. അടുത്ത 67 മൈനസ് 47 ബൈ 5 പ്ലസ് 20 ബൈ 5 പ്ലസ് 4. അടുത്ത ലാസ്റ്റ് വൺ 72 മൈനസ് 47 ബൈ 5 അത് പ്ലസ് 25 ബൈ 5 വരും. ദാറ്റ് ഈസ് 5 വരും. കണ്ടിന്യൂസ്, നമുക്ക് കണ്ടിന്യൂസ് സീരീസ് ആണ് ഈ ക്ലാസ് 25 to 29 30 to 34. അപ്പോൾ നമുക്ക് എന്താ ഡീവിയേഷൻ -4 -3 -2 -1 0 +1 +2 +3 +4 and +5 കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് കണ്ടിന്യൂസ് ആണെങ്കിൽ. ഇനി ഞാൻ ഇവിടെ ഒരു കോളം വരയ്ക്കാൻ വിട്ടുപോയി. അവിടെ എന്താണ് ഡി കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യണം എഫ് ഡി കണ്ടുപിടിക്കണം. അതായത് ഫ്രീക്വൻസിയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ ഫ്രീക്വൻസി? 2. ആദ്യത്തെ ഡീവിയേഷൻ -2. സോ 2 × -4 -8.
അടുത്ത എന്താണ് 3 into minus 3 minus 9. അടുത്ത 10 into minus 2 minus 20. അടുത്ത 12 into minus 1 minus 12. 15 into 0 0. അടുത്ത 12 into plus 1 12. 10 into plus 2 plus 24. ഇച്ചിരി വ്യത്യാസമുണ്ട്, കോളം വ്യത്യാസം നിങ്ങൾ വരച്ചെഴുതുമ്പോൾ റെഡി ആയിക്കോളാം. അടുത്ത 10 into അടുത്ത 8 into plus 3 plus 24 5 into 4 plus 20 വരും and 3 into plus 5 plus 15 വരും. എഫ് ഡി കണ്ടുപിടിച്ചു. ഇനി താഴേക്ക് എഫ് ഡിയുടെ സം എല്ലാം കൂടെ കാണണം. അതാണ് സിഗ്മ എഫ് ഡി എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അത് സിഗ്മ എഫ് ഡിയുടെ വാല്യൂ കിട്ടുന്നത് പ്ലസ് 42 കിട്ടും. സിഗ്മ എഫ് ഡി കൂട്ടി നോക്കിയാൽ പ്ലസ് 42. ആ കോളം വൈസ് കൂട്ടിയാൽ മതി. അടുത്ത ഡബിൾ കോളമാണ് ഡി സ്ക്വയർ. എന്തിനു വേണ്ടിയാണ് ഡി സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഡി സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഡി സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഡി സ്ക്വയർ എന്താ? ഡീവിയേഷൻ നമുക്കറിയാം ഈ 4 ആണ്. അപ്പൊ -4ന്റെ സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് 16. -3ന്റേത് 9. -2ന്റേത് 4. -1ന്റേത് 1. 0ന്റേത് 0. 1ന്റേത് സ്ക്വയർ 1. 2ന്റേത് സ്ക്വയർ 4. 3ന്റേത് 9. 4ന്റേത് 16. 5ന്റെ 25. അവിടെ നമ്മൾ സിഗ്മ കാണണ്ട. അടുത്ത ലാസ്റ്റ് ഡബിൾ കോളമാണ് എഫ് ഡി സ്ക്വയർ. ഫ്രീക്വൻസി ഡി സ്ക്വയർ. 2 2 into 16 32. 3 into 9 27. 10 into 4 40. 12 into 1 is 12. 15 into 0 is 0. Then 12 into 1 is 12. Then 10 into 4 40. 8 into 10 into 4 40. 8 into 9 72. Then 16 into 5 is 80. And the last one 3 into 25. That is 75. അതാണ് എഫ് ഡി സ്ക്വയർ. ഇനി താഴേക്ക് കോളം വൈസ് ആഡ് ചെയ്യുക. സിഗ്മ എഫ് ഡി സ്ക്വയറിന്റെ വാല്യൂ 390 കിട്ടും. 390. ഇനി നമുക്ക് സിഗ്മ കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഡി ഹോൾ സ്ക്വയർ. സിയുടെ വാല്യൂ 5 ആണ്. എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ്. എന്താ സിഗ്മ എഫ്? ആകെ ഫ്രീക്വൻസിയുടെ എല്ലാം കൂടെ സമ്മാണ്. ഇതാ ഡി എല്ലാം കൂടെ സം ചെയ്യുന്നതാണ്. അത് 80 വരുന്നുണ്ട്. സോ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഈക്വൽ ടു 80 വരും. അടുത്ത സിഗ്മ എഫ് ഡി നമ്മൾ ഈ ഇവിടെ ഇടയ്ക്ക് ഒരു കോളം ഉണ്ടായിരുന്നു. ഈ 8ഉം -9 എല്ലാം കൂടെ കൂട്ടും. അതെല്ലാം കൂടെ താഴേക്ക് ഈ എഫ് ഡിയുടെ വാല്യൂ എല്ലാം കൂടെ കൂട്ടുന്നതാണ്. അപ്പം ആദ്യം കുറെ മൈനസ് വരും, പിന്നെ 0 വരും, പിന്നെ കുറെ പ്ലസ് വരും. അങ്ങനെ മൈനസും പ്ലസും ഉണ്ട്. ആൾജിബ്രായിട്ട് സം ചെയ്യുമ്പം സിഗ്മ എഫ് ഡിയുടെ വാല്യൂ പ്ലസ് 42 എന്ന് വരുന്നു. അടുത്ത ലാസ്റ്റ് കോളം എഫ് ഡി സ്ക്വയർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ സിഗ്മ എഫ് ഡി സ്ക്വയർ 390 വരും. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ 390 ബൈ 80 മൈനസ് സിഗ്മ എഫ് ഡി ബൈ എൻ ദ ഹോൾ സ്ക്വയർ ആണ്. സിഗ്മ എഫ് ഡിയുടെ വാല്യൂ പ്ലസ് 42 ആണ്. 42 ബൈ 80 ദ ഹോൾ സ്ക്വയർ. സോ സിഗ്മ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 390 ബൈ 80 4.87 ആണ് മൈനസ് 42 ബൈ 80 എന്നുള്ളത് 0.53യുടെ അത് പിന്നെ സ്ക്വയർ ചെയ്യണം. എന്നിട്ട് സിഗ്മ ഈക്വൽ ടു 5 ഇൻറ്റു റൂട്ട് ഓഫ് 4.87 മൈനസ് 0.53യുടെ സ്ക്വയർ 0.2807 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു റൂട്ട് ഓഫ് 4.59. 4.59ന്റെ റൂട്ട് ഏകദേശം 2.14 വരും. സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 2.14 ഈസ് സിഗ്മയുടെ വാല്യൂ 10.7. സോ ദ ആൻസർ എന്താണ്? 10.7. അത് വേണമെങ്കിൽ നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ആകാം, അല്ലെ, അല്ലെങ്കിൽ മൈനസ് ആകാം. സോ ഇറ്റ് വിൽ ബി സിഗ്മയുടെ വാല്യൂ ഇറ്റ് വിൽ ബി പ്ലസ് ഓർ മൈനസ് 10.7. So that will be the answer. So the standard deviation for this group data is 10.7. Can be either positive or negative. So okay, thank you all. I think you have understand the two steps from the raw data and from the group of data.